ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റേതാകുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ടേംസുകളെ നമ്മൾ പരിചയപ്പെട്ടു, കുറച്ച് ഗ്യാസ് ലോസുകളാകുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കൃത്യമാകുന്ന വണ്ണം ചെയ്തിട്ടുമുണ്ട്. കൃത്യമായും ആ ഒരു ഭാഗത്തു കൂടി കടന്നുപോയ ആൾക്ക് യാതൊരു വിധമാകുന്ന രീതിയിലും ഡൗട്ടുകൾ ഉണ്ടാകാൻ ഇടയില്ല. നിങ്ങൾ കൃത്യമാകുന്ന വണ്ണം നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് റിവിഷനും റിവിഷനും ഒക്കെ നടത്തി കൃത്യമായ ഒരു തയ്യാറെടുപ്പോടു കൂടിയാണ് ഈ ഒരു വീഡിയോ കണ്ടു തുടങ്ങുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുവാണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു 3 ഹോംവർക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര ഹോംവർക്ക് ഉണ്ടായിരുന്നറാ? 3 ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ 3 ചോദ്യങ്ങളും നമ്മുടെ ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ടുള്ളവയാണ് എന്ന് ഞാൻ പറഞ്ഞു തരികയും കൃത്യമായും അതൊന്ന് വായിച്ചതൊന്ന് സോൾവ് ചെയ്യാൻ പറയുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഏറ്റവും ആദ്യം ഈ പറയുന്നതായ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ്, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉത്തരങ്ങൾ വരിക എന്ന്. എ സ്ക്യൂബ ഡൈവർ അറ്റ് എ ഡെപ്ത് ഓഫ് 30 മീറ്റേഴ്സ്. എത്ര മീറ്റർ ആഴത്തിലാണ് അയാൾ നിൽക്കുന്നത്? 30 മീറ്റർ ആഴത്തിലാണ് അയാൾ നിൽക്കുന്നത്. എക്സ്പീരിയൻസസ് ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. അയാൾക്ക് അവിടെ കൃത്യമായ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി അത് 4 ATM ആണ്. അപ്പോൾ ഒരു സ്ക്യൂബ ഡൈവർ നിൽപ്പുണ്ട്, അയാൾ 30 മീറ്റർ ഡെപ്തിലാണ് നിൽക്കുന്നത്, അയാൾക്ക് ഒരു അബ്സല്യൂട്ട് പ്രഷർ ആകുന്ന 4 ATM അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ദ ഡൈവർ റിലീസസ് എ 10 ml. കണ്ടോ, ഒരു 10 ml ആകുന്ന എന്ത് ചെയ്തു? എയർ അയാൾ റിലീസ് ചെയ്തു. അപ്പോൾ 30 മീറ്റർ ഡെപ്തിനകത്ത് നിന്നുകൊണ്ട് ആ 10 മില്ലി ആകുന്ന എയർ അയാൾ റിലീസ് ചെയ്യുമ്പോൾ ആ എയർ എന്ന് പറയുന്നത് ഒരു ബബിൾ രൂപത്തിലായി മുകളിലേക്കെന്ന വണ്ണം പോകത്തില്ലേ? പോകും. അപ്പോൾ ആ റെഗുലേറ്ററിൽ നിന്ന് അയാൾ തുറന്നു വിട്ടതാകുന്ന ആ 10 ml എയർ നോക്കെ, അസ്യൂമിങ് ദാറ്റ് ദ വാട്ടർ ടെമ്പറേച്ചർ റിമൈൻസ് കംപ്ലീറ്റ്ലി കോൺസ്റ്റന്റ് ആസ് ദ ബബിൾ അസെൻസ് ടു ദ സർഫസ്. അവിടെ എടുത്തു പറയുന്നുണ്ട് കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ അവിടെ എന്ത് കോൺസ്റ്റന്റാ? ടെമ്പറേച്ചർ ആകുന്ന ആൾ കോൺസ്റ്റന്റാ. മക്കളെ, ടെമ്പറേച്ചർ ആകുന്ന ആൾ കോൺസ്റ്റന്റാ, എന്നാൽ അവിടെ പ്രഷറിനും വോളിയത്തിനും ഇടയിൽ ഒരു ബന്ധമുണ്ട്. അവിടെ പ്രഷർ എന്ന് പറയുന്നതായ ആളിനും വോളിയം എന്ന് പറയുന്ന ആളിനും ഇടയിലുള്ളതാകുന്ന ബന്ധം പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നാണ്. കണ്ടീഷൻ എന്താണ്? അറ്റ് ഏത് ടെമ്പറേച്ചർ? കോൺസ്റ്റൻ്റ് ആകുന്ന ടെമ്പറേച്ചർ. ഇത് ഏത് നിയമമായിരുന്നു? ഇത് ബോയിൽസ് ലോ അല്ലേ? ഇത് ബോയിൽസ് നിയമമല്ലേ? ഇത് ബോയിൽസ് ലോ ആണോ? ആണ് മക്കളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ചോദ്യത്തിനകത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളിനെ കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുന്നു, പ്രഷറിനും വോളിയത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നു. എങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറിനും വോളിയത്തിനും ഇടയിലുള്ളതാകുന്ന ആ ബന്ധം എന്ന് പറയുന്നത് ബോയിൽസ് നിയമം വഴിയായിരിക്കും പറയുക. അത് പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞേ? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എങ്ങനെ പറയാം? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയാം. ഇനി ഒരേ സമയം രണ്ട് പ്രത്യേകമായ സ്റ്റേറ്റുകളെ കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടതായി വരുമ്പോൾ ഇവിടെ നോക്കെ, P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് പറയേണ്ടി വരും. ശരിയാണോ? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് പറയേണ്ടി വരും. ഒരിക്കൽ കൂടെ ആ നിയമത്തിനെ ഒന്ന് ശ്രദ്ധിച്ചേ. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ വെച്ച് പറയുകയാണെങ്കിൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്നോ വരും. ഇനി ചോദ്യത്തിനകത്ത് അയാൾ ആ പറയുന്ന എയർ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായ ബബിള് കോൺസ്റ്റൻ്റ് ആകുന്ന ടെമ്പറേച്ചറിൽ നേരെ സർഫസിലേക്ക് വരികയും സർഫസിലിരിക്കുമ്പോൾ ഉള്ള പ്രഷർ 1 ATM ആണ് എന്ന് ചോദ്യത്തിൽ പറയുകയും ചെയ്യുന്നു. എങ്കിൽ അവർ ചോദിക്കുകയാണ്, ഈ പറയുന്ന വെള്ളത്തിനടിയിൽ നിന്ന് ഈ എയർ ബബിൾ മുകളിലേക്ക് വരുമ്പോൾ വോളിയം ഇങ്ങനെ കൂടി വരുമെന്ന് നമ്മൾ ഈ പറയുന്ന ബോയിൽസ് ലോയിൽ പഠിച്ചതല്ലേ? അങ്ങനെയാകുന്ന ആ നിയമപ്രകാരം ജസ്റ്റ് പോപ്പ് ചെയ്യുന്നതിന് മുമ്പ് സർഫസിലേക്ക് എത്തുന്നു, ആ കുമിള പൊട്ടുന്നു. ആ പൊട്ടുന്നതിന് തൊട്ട് മുമ്പ് ആ കുമിളയിൽ എത്രയാകുന്ന എയർ വോളിയം ഉണ്ടാകുമെന്ന ചോദ്യം. അതിന് എന്ത് ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ P1 എന്നതാകുന്ന കണ്ടീഷൻ
P1 എന്നതാകുന്ന കണ്ടീഷൻ 4 ATM എന്നാണ് എന്ന് ചോദ്യത്തിൽ പറയുന്നില്ലേ, അത് കൺസിഡർ ചെയ്യാം. അതുപോലെ വോളിയം എന്ന് പറയുന്നത് അവിടെ വെച്ച് റിലീസ് ചെയ്തത് 10 ml അല്ലേ, ആണ്, അതിനെയും അതുപോലെ കൺസിഡർ ചെയ്യുക. പ്രഷർ സെക്കൻഡ് കണ്ടീഷൻ ജസ്റ്റ് ബിഫോർ പോപ്പിംഗ് അവിടെ എന്താ പറയുന്നത്, സർഫസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് 1 ATM ആണെന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് പോപ്പ് ചെയ്യുന്നതിനുള്ള മുമ്പുള്ള വോളിയം എന്ന് പറഞ്ഞാൽ V2 കണ്ടുപിടിക്കുക എന്ന്. ഓക്കെ ആണോ? അപ്പോൾ V2 എന്ന് പറയുന്ന ആളിനെ കണ്ടുപിടിക്കാൻ എന്താണ് വഴി? ഈ ഇക്വേഷൻ തന്നെയാണ് വഴി. P1 സ്ഥാനത്ത് 4 എന്ന് കൊടുത്തു, V1 സ്ഥാനത്ത് 10 എന്ന് കൊടുത്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു P2 സ്ഥാനത്ത് 1 എന്ന് കൊടുത്തു. V2 സ്ഥാനത്ത് എത്രയെന്ന് കൊടുക്കാം? V2 എന്ന് തന്നെ കൊടുത്താൽ മതി, ഇവനെയല്ലേ കണ്ടുപിടിക്കണ്ടേ? ആണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും V2 × 1 ഈസ് V2 തന്നെ, 4 × 10 ഈസ് 40. അതായത് 40 ml ആയിരിക്കും ജസ്റ്റ് പോപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള വോളിയം എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് പോപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള വോളിയം എന്ന് പറയുന്നത് 40 ml ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നുകൂടെ ഈ നിയമം പഠിക്കണം. ഇതിനകത്തു നിന്ന് ഇങ്ങനെയാകുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകാം. പ്രഷറും വോളിയവുമായിട്ടുള്ള ബന്ധം മറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പറയുന്ന നിയമം ബോയിൽസ് നിയമം. P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്, അല്ലെങ്കിൽ PV ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് പറയാം. ഡൗട്ടില്ലേ? രണ്ടാമത്തേതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വരും. രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെതർ ബലൂൺ. കണ്ടോ? ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെതർ ബലൂൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെതർ ബലൂൺ എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിനെ സൂചിപ്പിക്കുന്ന ആളാ മക്കളെ? ചാൾസ് നിയമത്തെ. വെതർ ബലൂൺ എന്ന് കണ്ടാലേ മനസ്സിലാകും അത് ഏത് നിയമവുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നതായ കാര്യമായിരിക്കണം. ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കണം. ചാൾസ് നിയമത്തിൽ ആരൊക്കെ തങ്ങളിലുള്ള ബന്ധമാണ്? വോളിയം എന്ന് പറയുന്ന ആളിനും ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളിനും ഇടയിലുള്ള ബന്ധമാണ്. അവിടെ വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് പറയുക. കണ്ടീഷൻ സ്പെസിഫൈഡ് ആണ് എന്ത്? അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷർ. അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന എന്ത്? പ്രഷർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ചോദ്യത്തിനകത്തേക്ക് വാ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആകുന്ന വെതർ ബലൂൺ പാർഷ്യലി ഫില്ല് ചെയ്തിരിക്കുന്നത് ഹീലിയം ആകുന്ന ഗ്യാസ് വെച്ചിട്ടാണ്. അവിടെ വോളിയം എന്ന് പറയുന്നത് 20 m³ എന്നാണ് ഉള്ളത്. ഓൺ ദി ഗ്രൗണ്ട്, കണ്ടോ, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ 20 m³ ആകുന്ന വോളിയമുണ്ട്. അവിടെ വേർ ദ ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഈസ് കൺസിഡേർഡ് ടു ബി 27 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും ആദ്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. നമുക്ക് ആ ടെമ്പറേച്ചറിനെ എങ്ങോട്ടേക്ക് മാറ്റണം? നമുക്ക് കെൽവിനിലേക്ക് മാറ്റണം. SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എല്ലായ്പ്പോഴും ആരാണ്? കെൽവിന്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആകുന്നവനെ കെൽവിനിലേക്ക് മാറ്റാൻ ഒരു 273 കൊണ്ട് കൂട്ടിയാൽ മതിയാകും എന്ന് ചിന്തിച്ച് വെക്കണേ. ഇനി അങ്ങനെയാകുമ്പോൾ അവർ ബ്രാക്കറ്റിൽ തന്നെ തന്നിട്ടുണ്ടല്ലോ, ആ 273 കൊണ്ട് കൂട്ടുമ്പോൾ 300 കെൽവിൻ എന്നാണ് ടെമ്പറേച്ചർ വരിക. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടെ, ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെതർ ബലൂണിനകത്ത് ഹീലിയം നിറച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വോളിയം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ 20 m³ ആണ്. അവിടെ ആംബിയൻ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ എന്താണ് വരിക? അവിടെ 300 കെൽവിനാണ് വരുന്നത്. ഇനി എന്താണ്? ദ ബലൂൺ അസെൻസ്, താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്നു. ടു എ ഹയർ ഓൾട്ടിറ്റ്യൂഡ്, മുകളിലേക്ക് ഉയരുന്നു. വേർ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ. കണ്ടോ? അറ്റ്മോസ്ഫറിക് ആകുന്ന പ്രഷർ എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ്. കണ്ടോ? പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പം തന്നെ ചാൾസ് നിയമത്തെ വെച്ചുകൊണ്ടാണ് ആ ചോദ്യം മുന്നോട്ടേക്ക് പോകുന്നതെന്ന് പിടികിട്ടുവേ. ബട്ട് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആള് ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി ടു -53 ഡിഗ്രി സെൽഷ്യസ്. -53 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 220 കെൽവിനാണ്. കണ്ടോ? ബട്ട് ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി ടു -53 ഡിഗ്രി സെൽഷ്യസ്. then what will be the new volume? കണ്ടോ? what will be the new volume of the balloon at this altitude എന്നാണ് ചോദിക്കുന്നത്.
ഓക്കെ ആണോ? എടാ ഇവിടെ കൃത്യമാകുന്ന രീതിയിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ടെമ്പറേച്ചർ ഡ്രോപ്സ് ഡ്രാസ്റ്റിക്കലി ടു -53°C. അവിടെ 27°C ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിനെ -53°C ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ പുതിയതാകുന്ന വോളിയം എന്ത് വരും? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴല്ലേ ഈ പറയുന്ന വോളിയം കൂടുന്നത്, ആ സമയത്ത് ഡെൻസിറ്റി കുറയുന്നത്, ആ സമയത്തല്ലേ ബലൂൺ മുകളിലേക്ക് പോകുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് പ്രകാരം ചിന്തിക്കുമ്പോൾ ഇതിനെന്തോ ഒരു എറർ വന്നിട്ടുണ്ടോ ഈ ചോദ്യത്തിന് എന്നൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ ചോദ്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇനി എന്താണ് ഈ ചോദ്യത്തിൻ്റേതാകുന്ന ഉത്തരം എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ അല്ലാതെ ഒന്ന് രണ്ട് കാര്യം പറയാം. എന്താണ് എന്ന് ചോദിച്ചാൽ, എടാ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. ആരാണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യം, വോളിയം എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യണമടാ? കൂടണം. വോളിയം കൂടിയാൽ ആര് കുറയും? ഡെൻസിറ്റി കുറയും. എന്നാലേ ബലൂൺ താഴെ നിന്ന് മുകളിലേക്ക് ഉയരത്തുള്ളൂ. ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങളെല്ലാം മുകളിലേക്ക് പോകണം. അതാണ് ഈ പറയുന്നതായ വെതർ ബലൂണിനകത്ത് നടക്കുന്നതായ കാര്യമെന്ന് പറയുന്നത്. ഇവിടെ -53°C പോയി എന്ന് പറയുമ്പോൾ അവിടെ ഉയരം ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആകുന്നതിലേക്ക് പോകുന്നു. വെതർ ബലൂണാണ് സാധനം കേട്ടോ. നമ്മൾ പറഞ്ഞ ഏത് ബലൂൺ അല്ല, നമ്മൾ പറഞ്ഞ മറ്റേ പൊന്തിപ്പോകുന്ന ആ ബലൂണിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് പൊങ്ങി അങ്ങ് പരമാവധി ഉയരത്തിൽ ചെന്ന് കഴിയുമ്പോൾ ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് -53°C എത്തി എന്നുള്ളതാണ്. അത്രയും നിൽക്കട്ടെ. നമുക്ക് ഒരുപാടാകുന്ന കാര്യം പറഞ്ഞ ഈ ചോദ്യത്തിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട? നമുക്ക് കുഴപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കണ്ട. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്, എങ്ങനെയാണ് മക്കളെ ഇത് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കേടാ. നമുക്ക് നോക്കാവേ എങ്ങനെയാണ് ഇവനെ ചെയ്യേണ്ടത് എന്ന് നോക്കാമേ. എടാ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനിനെ ആദ്യം കൊണ്ടുവരണം. ഇവിടെ V1 കണ്ടോ, ഇവിടെ V പ്രപ്പോർഷണൽ ടു T എന്നാണെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് പറയുക? V/T = a കോൺസ്റ്റൻ്റ് എന്ന രീതിയിൽ ഇക്വേഷൻ ആകും. രണ്ട് സ്റ്റേറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചോദ്യം മുന്നോട്ടേക്ക് ചെയ്യണം എന്നാണെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ നോക്കിയാൽ മതി. V1 ഡിവൈഡഡ് ബൈ T1 = V2 ഡിവൈഡഡ് ബൈ T2. ഇവിടെ ഇനി ഈ ചോദ്യം ചെയ്യാനുള്ള ആളുകൾ ആരൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത്. ആരൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള? ആദ്യം പറയുന്ന വോളിയം ഉണ്ട്. അതെത്രയാ? അതിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. V1 എന്ന് പറഞ്ഞാൽ 20 m3. കണ്ടോ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1, ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. രണ്ടാമത്തെ ടെമ്പറേച്ചർ അവർ റീച്ച് ചെയ്യുന്നത് -53 അല്ലെങ്കിൽ എന്താണ് 220 കെൽവിൻ എന്ന് ചോദ്യം പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ദ വോളിയം അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഓഫ് 220 കെൽവിനാണ്. നോക്കേ, എന്താ വിലകൾ അങ്ങോട്ട് ഇട്ടുകൂട്. V1ൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? V1ൻ്റെ സ്ഥാനത്ത് 20 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ അവിടെ എത്ര കൊടുക്കാം? T1ൻ്റെ സ്ഥാനത്ത് 300 കൊടുക്കാം. അടുത്തത് V2ൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? V2ൻ്റെ സ്ഥാനത്ത് ആളില്ല കൊടുക്കാൻ, അതാ കണ്ടുപിടിക്കണ്ടേ. അവിടെ T2ൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? 220 കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി കൊടുത്തതിന് ശേഷം അവിടെ ചെറുതാകുന്ന ക്യാൻസലേഷൻസുകൾ നടത്തണം. ദാണ്ടേടാ, മുകളിൽ ഒരു 0, താഴെ ഒരു 0യുമായിട്ട് വെട്ടി. താഴെയുള്ള ഒരു 0 അപ്പുറത്തുള്ള 220 ഒരു 0യുമായിട്ട് വെട്ടി. എങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ആൻസർ എന്ത് വരും? V2 = V2 = 22. ഇനി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. 22 × 2 എത്ര വരുന്നത്? 44 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 44 ഡിവൈഡഡ് ബൈ 3 എത്രയാ? ഒരു തവണ അടങ്ങും. ഓക്കെ ആണോ? അപ്പോൾ ബാലൻസ് ഇവിടെ 1. 14നകത്ത് 3 12 കണ്ടോ? 14 പോയിൻ്റ് എന്നായി. 12നകത്ത് ബാലൻസ് 2 ഉണ്ട്. അവിടെ ഒരു 6 എന്ന് വരും. ഏറ്റവും കുറഞ്ഞത് ഒരു അപ്രോക്സിമേറ്റ് ആകുന്ന രീതിയിൽ നോക്കിയാൽ ഒരു 14.6 എന്നാണ് മക്കളെ ആൻസർ വരുന്നത്. 14.6 വരുന്ന ഓപ്ഷൻ എയിലാണുള്ളത്. കണ്ടോ? അപ്രോക്സിമേറ്റ്ലി 14.6 m3. അപ്രോക്സിമേറ്റ്ലി 14.6 m3. ഞാൻ വളരെ സാവധാനത്തിലാണ് ഈ കണക്ക് വെട്ടുന്ന കാര്യമൊക്കെ കാണിച്ചത്. മക്കളെ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടാകാതിരിക്കാനാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ്. മുകളിലെ 0 താഴെ ഒരു 0യുമായിട്ട് വെട്ടി. ഇവിടുത്തെ ബാക്കി ഒരു 0 അവിടുത്തെ ഒരു 0യുമായിട്ട് വെട്ടി. ബാക്കിയുള്ളതിനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 14.6 എന്ന് വരും. ഡൗട്ടുണ്ടോ? ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവൂ? ആകും.
അടുത്ത ചോദ്യം നോക്കേ, ഒരു ഫ്ലെക്സിബിൾ ആകുന്ന ഒരു സ്റ്റോറേജ് ബ്ലാഡർ, ഇത് നമ്മുടെ അവഗാഡ്രോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. കാരണം ഇതിനകത്ത് നമുക്ക് മോൾസുകളുടെ റെപ്രസെൻറ്റേഷനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ, മോൾസുകളുടേതാകുന്ന റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആകുന്ന സ്റ്റോറേജ് ബ്ലാഡറിനകത്ത് 3 മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ് ഉണ്ട്. ഇവിടെ N2 എന്നാണ് ഇവിടെ എഴുതേണ്ടത്, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയ എറർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആകുന്ന സ്റ്റോറേജ് ബ്ലാഡറിനകത്ത് 3 മോൾസ് ഉണ്ട് നൈട്രജൻ ഗ്യാസിൻ്റെ. ഓക്കെ ആണോ? ഒരു ഫ്ലെക്സിബിൾ ആകുന്ന സ്റ്റോറേജ് ബ്ലാഡറിനകത്ത് 3 മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ് ഉണ്ട്. ഇനി അവിടെ ഓക്കുപ്പൈസ് എ വോളിയം ഓഫ്, അവിടെ എത്ര വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നു എന്നാണ് മക്കളെ പറഞ്ഞേക്കുന്നത്? ആൻഡ് ഒക്കുപ്പൈസ് എ വോളിയം ഓഫ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? 60 ലിറ്റേഴ്സ്. കണ്ടോ? അപ്പോൾ അവർ ആ 3 മോൾസ് എന്ന് പറയുന്നത് 60 ലിറ്റർ എന്ന രീതിയിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്. കണ്ടോ? അവിടെ 3 മോൾസ് എന്ന് പറയുന്നത് 60 ലിറ്റർ ഉണ്ട് എന്നാണ്, അല്ലെ 60 ലിറ്ററിനകത്ത് 3 മോൾസ് ഉണ്ട്. ഓക്കെ ആണോ? ഇനി അണ്ടർ എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അണ്ടർ എ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസ്. ഓക്കെ ആണോ? അണ്ടർ എ സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അണ്ടർ സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻസ്. കണ്ടോ? അവിടെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇന്നതുപോലെ 3 മോൾസ് 60 ലിറ്റർ ഉണ്ടെന്ന് പറയുന്നു. അപ്പം തന്നെ സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്നാകുമ്പോൾ V പ്രപ്പോർഷണൽ ടു N എന്ന നിയമത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുവേ. അറ്റ് സ്റ്റാൻഡേർഡ് ആരൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞേ? അറ്റ് സ്റ്റാൻഡേർഡ് ആരൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞേ? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അറ്റ് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ V പ്രപ്പോർഷണൽ ടു N എന്നാണ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തെ വിളിച്ച പേരെന്തായിരുന്നു? അവോഗാഡ്രോസ് നിയമം എന്നാണ് വിളിച്ചത്. എന്ത് പേരിട്ടാ വിളിച്ചേ? അവോഗാഡ്രോസ് ലോ എന്ന് വിളിച്ചു. അവോഗാഡ്രോ നിയമം എന്നാണ് ഇവനെ വിളിച്ചത്. ഓക്കെ ആണോ? സ്റ്റേറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? V/N is equal to a constant. V/N is equal to a constant. V1 divided by N1 is equal to V2 divided by N2 എന്ന രീതിയിലായിരിക്കും വരിക. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ ബാക്കിയിലേക്ക് പോവാം. ഇഫ് എ ടെക്നീഷ്യൻ സേഫ്ലി ഇൻജെക്ട്സ് ആൻ അഡീഷണൽ 1.5 മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ് ഇൻ ടു ദ ബ്ലാഡർ when the external temperature and pressure are held completely constant, പ്രഷറിലും ടെമ്പറേച്ചറിലും യാതൊരു വിധമാകുന്ന മാറ്റവും വരാതെ ഒരു 1.5 മോൾസിനെ അയാൾ എക്സ്ട്രാ ആകുന്ന വണ്ണം ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്തു എങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ ടോട്ടൽ വോളിയം ഓഫ് ദ ബ്ലാഡർ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, V1 എന്ന രീതിയിൽ ആരെ കൊടുക്കാം? 60 ലിറ്റർ. N1 എന്ന രീതിയിൽ ആരെ കൊടുക്കാം? 3 മോൾസ്. ആരെ കൊടുക്കാം? 3 മോൾസ്. ഇനി പ്രശ്നമുണ്ട്, V2 എന്ന് പറയുന്നവൻ ആര് വരുമെന്ന് കണ്ടുപിടിക്കണം. ആരാണ് N2 എന്നാണ് ചോദ്യം. ആണോ? ആരാണ് N2 എന്നാണ് ഇപ്പോൾ എൻ്റെ ചോദ്യം. കണ്ടുപിടിക്കേണ്ടത് V2 സമ്മതിച്ചു. എങ്കിൽ ആരാ N2? ഇവിടെ നിങ്ങൾ മിക്കവാറും തെറ്റിക്കും. N2വിൻ്റെ വാല്യൂ നിങ്ങൾ 1.5 എന്ന് എഴുതി വെച്ച് കളയും. മക്കളെ 1.5 അല്ല, അവിടെ അഡീഷണലി ഇൻജെക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 3 മോൾസിനോടൊപ്പം അഡീഷണലി ഇൻജെക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 4.5 മോൾസ് എന്നാകില്ലേ? അപ്പോൾ 4.5 മോൾസ് എന്നാകില്ലേ നമ്പർ 2 കണ്ടീഷൻ എന്ന് പറയുന്നത്? അതെ. ഇനി ഇതിനകത്തേക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1ൻ്റെ സ്ഥാനത്ത് 60, N1ൻ്റെ സ്ഥാനത്ത് 3 ഈസ് ഈക്വൽ ടു V2വിനെ കണ്ടുപിടിക്കണം. N2വിൻ്റെ സ്ഥാനത്ത് 4.5. മക്കളെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണോ അല്ലയോ? നോക്കടാ, 3 കൊണ്ട് ഇവനെ വെട്ടാം. എത്ര വരും ഇവിടെ? 20. അതായത് V2 ഈസ് ഈക്വൽ ടു ഈ 4.5നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പോൾ 20 ഇൻറ്റു എന്തോ വരും? 4.5 എന്ന് വരും. 4.5യുടെ ഇരട്ടി എത്രയാ? 9. അതിൻ്റെ അറ്റത്തൊരു 0 കൂടെ കൊടുക്കണം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 90 ലിറ്റർ. കണ്ടോ? 20 ഇൻറ്റു 4.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
90 ലിറ്റേഴ്സ് എന്ന് വരും. കണ്ടോ? അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു എൻ, അവിടെ നിന്ന് സ്റ്റാൻഡേർഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അവഗാഡ്രോ നിയമമാണെന്ന് പിടികിട്ടും. അവിടെ വി ബൈ എൻ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. രണ്ട് സ്പെസിഫിക് സ്റ്റേറ്റുകളെ വെച്ച് പറയാനാണെങ്കിൽ V1 ബൈ N1 ഈസ് ഈക്വൽ ടു V2 ബൈ N2 എന്ന് വേണം എടുക്കാൻ. V1 60, N1 3, V2 എന്ന് പറയുന്നത് അവിടെ കണ്ടുപിടിക്കണം. N2 എന്ന് പറയുന്നത് അഡീഷണലി ഇൻജെക്റ്റ് ചെയ്തത് പ്ലസ് ആദ്യം അവിടെ ഉണ്ടായിരുന്നത് അത് 4.5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു 90 ലിറ്റേഴ്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പമല്ലേ ഈ 3 ചോദ്യങ്ങളും? നിസ്സാരമല്ലേ ഈ 3 ചോദ്യങ്ങളും? അവനെ അതിൻ്റേതായ ധാരണ ഉണ്ടാക്കി തന്നെയാണ് ഞാൻ പറഞ്ഞു പോയത്. അടുത്തതാകുന്ന നമുക്ക് പഠിക്കാനുള്ളതാകുന്ന പുതിയ ഭാഗത്തിലേക്ക് വരാം. മക്കളെ, ഇന്ന് നമ്മൾ നിയമങ്ങളാകുന്നവന്മാരെ പഠിച്ചു തുടങ്ങുകയാണ്. തെർമോഡൈനാമിക് ലോസുകളാകുന്ന ആളുകളെ പഠിച്ചു തുടങ്ങുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ മക്കളെ, സാവധാനത്തിൽ പഠിച്ചാൽ മതി. സാവധാനത്തിൽ പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? എല്ലാ സ്ഥലങ്ങളിലേക്കും കൃത്യമാകുന്ന വണ്ണം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ പഠിക്കുവാൻ സാധിക്കും. ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ പഠിക്കുവാൻ സാധിക്കും. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ, എന്തെങ്കിലും ആകുന്നത് അധികമായി ഞാൻ നോക്കണോ എന്നിങ്ങനെയാകുന്ന എല്ലാ ധാരണകളും കൃത്യമായി കൊണ്ടുവന്ന് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെയാണ്. നമ്മൾ പെല്ലെ അതുകൊണ്ട് പഠിക്കുന്നു. നമ്മൾ ആദ്യം പഠിക്കുന്ന നിയമം എന്ന് പറയുന്നത്, തെർമോഡൈനാമിക് ലോസുകളെന്ന് പറഞ്ഞാൽ ശരിക്കും 3 പേരുണ്ട്. അതിൽ സീറോത്ത് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡും കണ്ടുപിടിച്ച് അതിന് തൊട്ട് മുമ്പെന്നുള്ള വണ്ണം ഒരാളെ കൊടുക്കണം. അതുകൊണ്ടാണ് സീറോ എന്നൊരു കണക്ക് അവിടെ എടുക്കുന്നത് കേട്ടോ. സീറോത്ത് ലോ എന്നൊരു കണക്ക് എടുക്കുന്നത്. ആദ്യം കണ്ടുപിടിച്ചത് സീറോത്ത് ലോ അല്ല, അതാണ് അതിൻ്റെ കാരണം. ശരി, നമുക്കപ്പോൾ പോവാം. ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഏത് ലോ? ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 2 thermodynamic systems are in thermal equilibrium with a third system, then they are also in thermal equilibrium with each other. എന്താ പറഞ്ഞേക്കുന്നത്? ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 thermodynamic systems are, എന്താ പറഞ്ഞേ? ഇഫ് 2 thermodynamic systems are എന്താണ്? ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ വിത്ത് എ തേർഡ് സിസ്റ്റം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കാം. എ എന്നൊരു സിസ്റ്റം ഉണ്ട് മക്കളെ, ബി എന്നൊരു സിസ്റ്റം ഉണ്ട്, സി എന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എത്ര സിസ്റ്റങ്ങളെ ഞാനിപ്പോൾ പറഞ്ഞു? 3 സിസ്റ്റങ്ങൾ. നോക്കിക്കോണേ, എ എന്ന് പറയുന്ന സിസ്റ്റവും സി എന്ന് പറയുന്ന സിസ്റ്റവും ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കും. ആരാണ് ഇക്വിലിബ്രിയത്തിൽ? എ എന്ന് പറയുന്നൊരു സിസ്റ്റവും സി എന്ന് പറയുന്നൊരു സിസ്റ്റവും ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് കണക്കാക്കുക. ആരൊക്കെ ഇക്വിലിബ്രിയത്തിൽ? എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ തന്നെ ദാ നോക്കിക്കോണേ, ബി എന്ന സിസ്റ്റവും സി എന്ന സിസ്റ്റവും ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ എ ഇൻഡിപെൻഡൻ്റായി നോക്കുമ്പോൾ സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്, എ ഇൻഡിപെൻഡൻ്റായി നോക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് സിയുമായിട്ട്. അതുപോലെ ബി എന്ന് പറയുന്ന ആളിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുമ്പോൾ അവനും ആരുമായിട്ട് ഇക്വിലിബ്രിയത്തിലാ? അവനും സിയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാ. എങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, എയും ബിയും എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എയും ബിയും അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്. എയും സിയും ഇക്വിലിബ്രിയത്തിൽ, ബിയും സിയും ഇക്വിലിബ്രിയത്തിൽ എങ്കിൽ സീറോത്ത് ലോ പ്രകാരം എ ആൻഡ് ബി ആർ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ ആണോ? ഇത്രേ പറയുന്നുള്ളൂ. ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 thermodynamic systems, എന്താടാ? ഇഫ് 2 thermodynamic systems are each in thermal equilibrium with a third system. കണ്ടോ? എ എന്ന് പറയുന്ന ബിയും സിയും ഉണ്ട്. ഈ പറയുന്ന എയും ബിയും അല്ലാതെ മൂന്നാമതാകുന്ന ഒരാളുമായി എ തനിയായിട്ട് ബി തനിയായിട്ട് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും തങ്ങളിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതിനെ പറയുന്ന പേരായത് സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ. ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 thermodynamic systems are each
each in thermal equilibrium with a third system, then they are also in thermal equilibrium with each other. ഒന്നുകൂടെ, the zeroth law of thermodynamics states that if two thermodynamic systems are each in thermal equilibrium with a third system, then they are also in thermal equilibrium with each other. ഓക്കെ ആണ്. ഇനി നോക്കേ, ഇറ്റ് ഗീവ്സ് ദ ഐഡിയ ഓഫ് ഹൗ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന വണ്ണം കരുതാവുന്ന ഒരു ടെമ്പറേച്ചർ ആകുന്ന ആളിനെ എങ്ങനെ വേണം മെഷർ ചെയ്യാൻ എന്നതിൻ്റെ ഒരു ഐഡിയ തരുന്ന നിയമമാണ് ആര് എന്ന് പറയുന്നത്? സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന വണ്ണം പരിഗണിക്കാവുന്ന ഒരു ടെമ്പറേച്ചർ ആകുന്ന ആളിനെ എങ്ങനെ വേണം മെഷർ ചെയ്യാൻ എന്നതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത് സീറോത്ത് ലോയിൽ നിന്നാണ്. സോ ദ സീറോത്ത് ലോ ഗീവ്സ് the idea of how temperature is measured. കണ്ടോ? ഇനി എന്താ പറയുന്നേ? ഇഫ് എന്താണ്? ഓക്കെ ആണോ? ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഇത് വെറുതെ ഒന്നുകൂടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. എന്താ? ദ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു തെർമോഡൈനാമിക് സിസ്റ്റംസ് ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം, ദെൻ ദേ ആർ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഇത്രയും കാര്യമാകുമ്പോൾ സീറോത്ത് ലോ കഴിയും. എന്താണ് സീറോത്ത് ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സ്ട്രാ ആകുന്ന ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഫിഗറിനകത്ത് എത്ര ബീക്കേഴ്സുകളുണ്ട്? ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം. ഓക്കെ ആണോ? എ എന്ന് പറയുന്ന, ബി എന്ന് പറയുന്ന, സി എന്ന് പറയുന്ന ആളുകൾ കണ്ടോ? എയും ബിയും ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും ഇക്വിലിബ്രിയത്തിലാണ്. എങ്കിൽ എയും സിയും ഇക്വിലിബ്രിയത്തിലായിരിക്കും. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇവൻ 25 ഡിഗ്രി സെൽഷ്യസ്, ഇവനും 25 ഡിഗ്രി സെൽഷ്യസ്, ഇവനും 25 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോടാ? ഇവർക്ക് മൂന്ന് പേർക്കും ഇപ്പോൾ എന്തായിരിക്കും? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ? സെയിം ആയിട്ട് അവിടെ വരുന്നുണ്ട്. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ആണോ? ടെമ്പറേച്ചർ സെയിം ആണ് എന്നാണെങ്കിൽ അവിടെ എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നമുക്കൊരു കാര്യം ബേസിക് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എ എന്നതാകുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ബി എന്നതാകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്. ബി എന്നതാകുന്ന ആൾക്ക് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കാം. ഇവരെ തങ്ങളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഹൈ ടെമ്പറേച്ചർ റീജിയണിൽ നിന്ന് ലോ ടെമ്പറേച്ചർ റീജിയണിലേക്ക് എനർജിയുടെ ഫ്ലോ നടക്കും. അതായത് ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഉള്ളതാകുന്ന ആളാരാ? എയാ. എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് നടക്കൂടെ? ഒരു ടെമ്പറേച്ചർ ഫ്ലോ നടക്കും. എനർജി ഫ്ലോ നടക്കും. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ അല്ലേ? അങ്ങനെ ആകുന്ന ഒരു എനർജിയുടെ ഫ്ലോ വരുമ്പോൾ ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ എനർജി വാങ്ങുന്നവനായതുകൊണ്ട് ഇവൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പറയുന്ന 20 കുറഞ്ഞൊരു 15-ലും ഇവിടെ 10 കൂടി ഒരു 15-ലും എത്തുമ്പോൾ ഈ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഇപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ രണ്ടുപേരും എന്തിലായി? തെർമൽ ഇക്വിലിബ്രിയത്തിലായി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണേ. ഇവിടെ 20ഉം ഇവിടെ 10ഉമായിരുന്നു. രണ്ടുപേരെയും കണക്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒരു കണ്ടക്റ്റീവ് ആകുന്ന ഒരു വാളിലൂടെ ഇവനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എനർജിയുടെ ഫ്ലോ അങ്ങോട്ടേക്ക് സംഭവിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും, ഇവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകും. ഓക്കെ ആണോ? അങ്ങനെ സംഭവിച്ചാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ 15, ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടി 15ലേക്ക് എത്തും. ഇവിടെ രണ്ടുപേരും ഇപ്പോൾ 15 ഡിഗ്രി സെൽഷ്യസിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവന്മാർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെയാണ് ഇതാ ഇവിടെ സംഭവിച്ചത്. കണ്ടോ? ഇവനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു, ഇവനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. എങ്കിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർക്കിടയിൽ ഓട്ടോമാറ്റിക്കലി നടന്നിട്ടുണ്ട്. ആർക്കിടയിലാണ്? എക്കും ബിക്കും ഡിക്കും സിക്കും ഇടയിൽ നടന്നത് എക്കും സിക്കും ഇടയിലും നടന്നിട്ടുണ്ടാവും. ടെമ്പറേച്ചർ അതുകൊണ്ടാണ് 3 പേർക്കും ഒരുപോലെ നിൽക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കോൺസെപ്ച്വൽ ആകുന്ന രീതിയിൽ പറയുമ്പോൾ ദർ ഈസ് നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ എ ആൻഡ് സി. ഇവിടെ എക്കും സിക്കും ഇടയിൽ ഇവിടെ എന്തില്ല? ഈ ഫിഗർ പ്രകാരം ഇവർക്കിടയിൽ എന്തില്ല? അവിടെ എന്തില്ല? ഹീറ്റ് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എയും ബിയും സിയുമായിട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്കും സിക്കും ഇടയിൽ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പോലും അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ അഡ്ജസ്റ്റ് ആയി തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ആകുന്ന ടെമ്പറേച്ചർ കണ്ടോ, വിച്ച് ഡിറ്റർമൈൻസ് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ. കണ്ടോ? ടെമ്പറേച്ചർ സെയിം ആകുക എന്നതുകൊണ്ടാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ടെമ്പറേച്ചർ സെയിം ആകുക എന്ന വാക്കിനെ വെച്ചുകൊണ്ടാണ് തെർമൽ ഇക്വിലിബ്രിയത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്താണ് നമ്മുടെ സീറോത്ത് ലോ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി
ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി എങ്ങനെ മെഷർ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന നിയമമാണ് സീറോത്ത് ലോ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാകുന്ന ഡിവൈസസുകളെ നമ്മൾ തെർമോമീറ്റർ എന്നാണ് പറയുക. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസുകളെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? തെർമോമീറ്റർ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. മക്കളെ, തെർമോമീറ്റർ എന്ന് പറയുന്നത് പല ടൈപ്പുകളുണ്ട്. തെർമോമീറ്റർ എന്ന് പറയുന്നത് പല ടൈപ്പുകളുണ്ട്. നമുക്കിവിടെ ഒരു 3-4 ഉദാഹരണങ്ങൾ നോക്കാം. അതിലൊരാൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. കണ്ടോ? അടുത്ത ആളിനെ നോക്കേ, കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. ആദ്യം പറഞ്ഞതാരാ? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. രണ്ടാമത് പറഞ്ഞതോ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. അടുത്തതാരാന്ന് നോക്കേ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. ആരാണടാ? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അടുത്തതാരാടാ? ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. ഒന്നുകൂടെ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. അതുപോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അത് കഴിഞ്ഞ് വരുന്നൊരുത്തൻ്റെ പേര് നോക്കിയേ, തെർമോകപ്പിൾ. എന്താണ് പേര്? തെർമോകപ്പിൾ. മക്കളെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന ആളെ ഒന്നുകൂടെ നോക്കേ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇവിടെ ആരാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ഇവിടെ ആരാ കോൺസ്റ്റൻ്റ്? വോളിയം ഓഫ് ദ ഗ്യാസ് കോൺസ്റ്റൻ്റ്. കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയമാണ് ഉള്ളതെങ്കിൽ നമുക്കറിയേണ്ടതാകുന്നൊരു സാധനം, കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയമാണ് അവിടെ ഉള്ളതെങ്കിൽ, അവിടെ കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയമാണ് അവിടെ ഉള്ളത് എങ്കിൽ അവിടെ പ്രഷർ എന്ന് പറയുന്ന ആളിനും ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളിനും ഇടയിലൊരു ബന്ധം ഉണ്ടാകും കേട്ടോ. പ്രഷർ എന്ന് പറയുന്ന ആളിനും ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആളിനും ഇടയിലൊരു ബന്ധം ഉണ്ടാകും. എന്താ ഞാൻ പറഞ്ഞേ? എടാ, ചോദ്യപ്രകാരം കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററാ, കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററാ. അവിടെ വോളിയം ആകുന്ന ആള് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇനി അവിടെ പ്രോപ്പർട്ടി ആകുന്ന വണ്ണം ആ ഒരു സിസ്റ്റത്തിൽ, ആ ഒരു തെർമോമീറ്ററിൽ പരിഗണിക്കാനുള്ള ആളുകൾ ആരൊക്കെയാ? എടാ, പ്രഷർ ആകുന്ന ആളുണ്ട്, അവിടെ ടെമ്പറേച്ചർ ആകുന്ന ആളുണ്ട്. ശരിയല്ലേ? ആണ്. ഇനി ഒന്ന് ആലോചിച്ചേ, വോളിയം കോൺസ്റ്റൻറ്റ്, വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, ഓക്കെ ആണോ? കോൺസ്റ്റൻ്റ് ആകുന്ന വോളിയത്തിൽ പ്രഷറിനും ടെമ്പറേച്ചറിനും ഇടയിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആകുന്ന ബന്ധമാണ്. ഈ നിയമത്തെ നമ്മൾ വിളിച്ച പേരെന്താ? ഗേ-ലുസാക്സ് ലോ എന്നാ വിളിച്ചേ. എന്തെന്നാ വിളിച്ചേ? ഗേ-ലുസാക്സ് ലോ എന്നാ വിളിച്ചേ. ഓക്കെ ആണോ? ഗേ-ലുസാക്സ് ലോ എന്നാ വിളിച്ചേ. ഓക്കെ ആണോ? ഗേ-ലുസാക്സ് നിയമം, ഗേ-ലുസാക്സ് ലോ എന്നാ വിളിച്ചേ. എടാ, പറഞ്ഞതാകുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കണേ. ഗേ-ലുസാക്ക് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ദ പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ഈസ് ഗേ-ലുസാക്സ് ലോ. അവിടെ ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രഷർ. എന്താ പറഞ്ഞേ? ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രഷർ. ഓക്കെ ആണോ? ഇനി വോളിയം അവിടെ കോൺസ്റ്റൻ്റാ. എന്താ സംഭവിക്കുന്നത്? എടാ, ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ പ്രഷറിനകത്തുണ്ടാകുന്ന വേരിയേഷനുകളെ ടെമ്പറേച്ചർ ആകുന്ന ആളിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. എന്താടാ? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിനകത്ത് സംഭവിക്കുന്നതാകുന്ന പ്രഷർ വേരിയേഷൻസുകളെ ടെമ്പറേച്ചർ ആകുന്നതിനകത്തേക്ക് എത്തിക്കുന്നു. അതായത് ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്തും കൂടിക്കൊണ്ടിരിക്കും? തെർമോമീറ്ററിൽ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ബന്ധം. പ്രഷറിനകത്തുണ്ടാകുന്ന വേരിയേഷൻസിനെ നോക്കിക്കൊണ്ട് ടെമ്പറേച്ചറിനകത്ത് എന്ത് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദ പ്രിൻസിപ്പൾ ബിഹൈൻഡ് ഇറ്റ് ഈസ് എന്താ വരുന്നത്? ഗേ-ലുസാക്സ് ലോ. ആൻഡ് ദ പ്രിൻസിപ്പൾ ബിഹൈൻഡ് എന്ത്? ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ഈസ് എന്താണെന്നാ ഞാൻ പറഞ്ഞേ? കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ ആണെങ്കിൽ ഗേ-ലുസാക്സ് ലോയാണ്. അടുത്തതാകുന്ന സാധനം ഒന്ന് നോക്കേ. അടുത്തതാകുന്നത് എന്താണെന്നൊന്ന് നോക്കേ. എടാ, അടുത്തത് കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇവിടെ. പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. And the thermodynamic property that is used to measure the temperature എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോളിയം. ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ചേ. പ്രഷർ കോൺസ്റ്റൻ്റാണ്,
അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷർ. ഓക്കെ ആണേ, അറ്റ് കോൺസ്റ്റൻ്റ് ആകുന്ന പ്രഷർ. മക്കളെ, പ്രഷർ കോൺസ്റ്റൻ്റ് ആകുന്ന സാഹചര്യത്തിൽ അവിടെ ബന്ധമാർക്കൊക്കെയിടയിലാണ് വോളിയത്തിനും ടെമ്പറേച്ചറിനും ഇടയിൽ. വോളിയം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് പഠിച്ചു. ഏത് നിയമം? ചാൾസ് നിയമം. ഏത് നിയമം? ചാൾസ് നിയമം. ഏത് നിയമം? ചാൾസ് ലോ. ചാൾസ് ലോ പ്രകാരമാണ് ആര് വർക്ക് ചെയ്യുന്നത്? കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് ചാൾസ് നിയമപ്രകാരം. കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് ചാൾസ് നിയമപ്രകാരം. ഏത് നിയമപ്രകാരം? ചാൾസ് നിയമപ്രകാരം. അവിടെ ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഈസ് വോളിയം. അതായത് ഈ ഒരു കണ്ടീഷനിൽ വോളിയത്തിനകത്തുണ്ടാകുന്ന വേരിയേഷൻസുകൾ മെഷർ ചെയ്യുന്നു. ആ വേരിയേഷൻസുകളെ ടെമ്പറേച്ചർ ആകുന്ന ആളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ആ ഒരു തെർമോമീറ്ററിൽ നടക്കുന്നത്. വോളിയം കൂടിയ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറഞ്ഞ ടെമ്പറേച്ചറും കുറയും. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മെഷർമെൻറ്റ് നടക്കുന്നത്. അവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ എന്ന പേര് പറഞ്ഞേ. അടുത്തത് എന്താണെന്ന് നോക്കേ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. എടാ, ഈ പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിസ്റ്റൻസാണ്. കണ്ടോടാ, ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഈസ് റെസിസ്റ്റൻസ്. ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി ടെമ്പറേച്ചർ ഈസ് റെസിസ്റ്റൻസ്. ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഈസ് റെസിസ്റ്റൻസ്. ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഈസ് റെസിസ്റ്റൻസ്. അവിടെ റെസിസ്റ്റൻസ് ആകുന്ന ആളിനെ മെഷർ ചെയ്യുന്നു. റെസിസ്റ്റൻസ് ആകുന്ന ആളിലൂടെ വാട്ട് ടെമ്പറേച്ചർ ഇറ്റ് ഈസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഏതാണ് അവിടെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ? ഇവിടെ വർക്ക് ചെയ്യുന്ന വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? മക്കളെ, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയും. എന്താണ്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയും. ഓക്കെ ആണോ? വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ റെസിസ്റ്റൻസുകളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ളതാണ്. അൺനോൺ റെസിസ്റ്റൻസുകളാകുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു ഡിവൈസാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? വീറ്റ്സ്റ്റൺസ് അപ്പാരറ്റസ് അല്ലെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ആകുന്ന ആളിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ടു ടെമ്പറേച്ചർ. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ടു ടെമ്പറേച്ചർ. ഓക്കെ ആണോ? ഇനി അടുത്തതാകുന്നത് എന്താ? തെർമോ കപ്പിൾ. നമ്മൾ പഠിക്കുന്നു തെർമോ കപ്പിൾ. അവിടെ ടെമ്പറേച്ചറിനകത്തുണ്ടാകുന്ന വേരിയേഷൻ കാരണം ഒരു EMF ഉണ്ടാകും. ഈ EMF ആകുന്ന ആളിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്ത് മെഷർ ചെയ്യും? ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യും. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരട്ടെ. എടാ, ഒന്ന് ശ്രദ്ധിച്ചേ, പറഞ്ഞു തരാം. മക്കളെ, ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിൻ്റെ പേര് എന്ന് പറയുന്നത് തെർമോ കപ്പിളിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ എന്താണെന്ന് നോക്കേ, സീബക്ക് എഫക്റ്റ് എന്നാ പറയുക. എന്തെന്നാ പറയുക? സീബക്ക് എഫക്റ്റ് എന്നാ പറയുക. എന്തെന്നാ പറയുക? സീബക്ക് എഫക്റ്റ് എന്ന് പറയും കേട്ടോ. എന്താണടാ ആ കണ്ടീഷൻ്റെ പേര്, അല്ലെങ്കിൽ എന്താണടാ ആ ഒരു ലോയുടെ പേര്? സീബാക്ക് എഫക്റ്റ് എന്ന് പറയും കേട്ടോ. സീബാക്ക് എഫക്റ്റ് എന്ന് പറയും. സീബാക്ക് എഫക്റ്റ്. ഓക്കെ ആണോ? ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മെറ്റലിൻ്റെ സ്ട്രിപ്പുകളുണ്ടാവും. ഓക്കെ ആണോ? 2 മെറ്റൽ സ്ട്രിപ്പുകളുണ്ടാവും. ഇവന്മാരെ ഏതെങ്കിലും ആകുന്നൊരു വിധേന കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണോ? ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഞാനിവിടെ ജസ്റ്റ് ഒരു കോൺസെപ്ച്വൽ ആകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. ദാണ്ട് ഇവിടെ ഇവന്മാരെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 മെറ്റൽ സ്ട്രിപ്പുകളാണ്. ദാണ്ട് ഇവന്മാരെ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇവിടെ ഒരു ഹോട്ട് എൻഡും കാണും, അതുപോലെ തന്നെ ഒരു കോൾഡ് എൻഡും കാണും. ഓക്കെ ആണോ? ഇവൻ ഒരു ഹോട്ട് എൻഡ് ആണ് എന്ന് വിചാരിക്കുക. ഇതൊരു ഹോട്ട് എൻഡ് ആണ്, അല്ലെങ്കിൽ ഹോട്ട് പോയിൻ്റ് ആണ്. ഇവിടെ ഒരു കോൾഡ് എൻഡ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ ആണോ? ഇവിടെ ഹോട്ട് എൻഡ് ആകുന്ന സ്ഥലത്ത് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആരെയാണോ അവനെ കൊണ്ടുവന്ന് നോക്കും. നമുക്ക് ആരെയാണോ മെഷർ ചെയ്യേണ്ടത് അവനെ ഈ ഹോട്ട് പോയിന്റിലേക്ക് കൊണ്ടുവെക്കും.
അതിനുശേഷം ഇവിടെ ദാ ഈ പറയുന്ന കോൾഡ് പോയിന്റുമായിട്ട് കാണിക്കുന്ന ആ വേരിയേഷനിനെ നമ്മളൊരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യും. എന്ത് ചെയ്യടാ? ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യും. ഈ വോൾട്ട് മീറ്ററിനകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ആ EMF വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ ആണോ? ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ഇൻ എ തെർമോകപ്പിൾ. എങ്ങനെയാ? ത്രൂ തെർമൽ EMF. അവിടെ ഉപയോഗിക്കുന്ന എഫക്റ്റ് എന്താ? ഇറ്റ് ഈസ് സീബാക്ക് എഫക്റ്റ്. എന്താണ്? ഇറ്റ് ഈസ് സീബാക്ക് എഫക്റ്റ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അവിടെ ഒരു മെറ്റൽ സ്ട്രിപ്പിനകത്തൊരു ഹോട്ട് ആൻഡ് കോൾഡ് ആൻഡ് അവർക്കിടയിൽ ഒരു കണക്ഷൻ കൊടുക്കും വോൾട്ട് മീറ്ററിനകത്ത് നിന്ന് EMFൻ്റേതാകുന്ന ആ ഒരു വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കും. ആ വാല്യൂവിനെ ടെമ്പറേച്ചറാക്കി കൺവേർട്ട് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സാധനം എന്താണെന്ന് നോക്കേ. പൈറോമീറ്റർ. അടുത്ത എന്താ നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് നോക്കേ. പൈറോമീറ്റർ. ആരാണടാ? പൈറോമീറ്റർ. മക്കളെ നോക്കേടാ, പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മെഷർ ദ ഹൈ ടെമ്പറേച്ചേഴ്സ്. ഹൈ ടെമ്പറേച്ചർ, ഒരുപാട് വലിയ ടെമ്പറേച്ചറുകളെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആര്? ഈ പറയുന്ന പൈറോമീറ്റർ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചേഴ്സ്. പൈറോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചേഴ്സ്. പൈറോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചേഴ്സ്. നോക്കേടാ, ഇവിടെ വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഇവിടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആകുന്നതിൻ്റെ ആവശ്യമില്ല പൈറോമീറ്ററിന്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ആകുന്നതിൻ്റെ ആവശ്യമില്ല പൈറോമീറ്ററിന്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു ബോഡി നമ്മൾ പരിഗണിക്കും. ആ ബോഡിയുടെ ഒരു ടെമ്പറേച്ചർ നമുക്കറിയാം. ഒരു ബോഡിക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലേക്ക് പോയാൽ ആ ബോഡിയിൽ നിന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ കുറേ ബോഡീസ് കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. ഈ ഒരു ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. കാര്യം ഈ ഒരു ലൈറ്റിന് ഒരു പർട്ടിക്കുലർ ആകുന്ന സമയത്തിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ ചുട്ടു പഴുക്കും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഞാൻ അതിന് അടുത്തോട്ട് ചെന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും അതിനകത്തുനിന്ന് റേഡിയേഷൻസുകൾ എമിറ്റ് ചെയ്യുന്നതായിട്ട്. കാര്യം എന്താ? അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ ചൂട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ ആകുന്ന ടെമ്പറേച്ചറിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നതായ റേഡിയേഷൻസ് അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുകളാണെന്ന് വിചാരിക്കുക. ആ റേഡിയേഷൻസുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുകളാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ആളിനെ മെഷർ ചെയ്യുന്നു, അതിലൂടെ ടെമ്പറേച്ചർ എന്താണെന്ന് പറയുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്താ പറഞ്ഞേ? തെർമോമീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൈ ടെമ്പറേച്ചേഴ്സ്, അതാണ് പൈറോമീറ്റർ. ദർ ഈസ് നോ ഫിസിക്കൽ കോണ്ടാക്റ്റ്. അതുപോലെ തന്നെ പറയുന്നു എന്താ? മെഷർ ചെയ്യുന്നു ബോഡി ടെമ്പറേച്ചർ. എന്താണ്? അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസുകളെ അളന്നെടുത്തുകൊണ്ട് അവിടെ ഏതെങ്കിലും ആകുന്നൊരു ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസുകളാകുന്ന ആളുകളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അവന്മാരെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് കൃത്യമാകുന്ന രീതിയിൽ ടെമ്പറേച്ചർ വാല്യൂസുകൾ കാണിക്കുന്ന ആളാണ് ആര്? പൈറോമീറ്റർ. ഇത്രയും ആകുന്ന കാര്യങ്ങൾ പിടികിട്ടിയോ? ഇനിയുമുണ്ട് നമുക്ക് സംസാരിക്കാൻ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിലൊന്ന് ആലോചിച്ച് നോക്കേടാ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തതാകുന്ന വീഡിയോയിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.